മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹൈന്ദവ ജനതയിൽ ആത്മാഭിമാനവും ആത്മബോധവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഭാരതീയ ആത്മീയതയെക്കുറിച്ചുമെല്ലാം ഒരു അവബോധം ഹൈന്ദവ ജനതയിലുണ്ടായിരിക്കുന്നു. അതുപോലെ ക്രൈസ്തവരിൽ ബൈബിളും യേശുക്രിസ്തുവും ഈ പുണ്യവാളന്മാരുമെല്ലാം അവരിത്രയും കാലം വിചാരിച്ചിരുന്നത് പോലെ ഒരു ഗാംഭീര്യമുള്ള കാര്യമൊന്നുമല്ല. കുറേ കെട്ടുകഥകളാണ് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ചോദ്യം ചെയ്താൽ അതിൻ്റെ എല്ലാം അടിത്തറ തന്നെ ഇളകും എന്നൊരു ധാരണ ലോകമെമ്പാടുമുള്ള ഭാരതീയ ക്രൈസ്തവരിലുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളിലും നല്ല മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിന്താവിഷയം ഹൈന്ദവ ജനതയെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനായാലും ജി സുകുമാരൻ നായരായാലും ഹിന്ദു ഐക്യവേദിയുടെയും RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പ്രവർത്തകരായാലുമെല്ലാം ഹൈന്ദവ ജനതയുടെ കാര്യങ്ങളിൽ കൂടുതൽ നേരിട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങൾ പറയുന്ന ലെവലിലെത്തിയിട്ടുണ്ട്. അത് പ്രമുഖ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും കാണാനും സാധിക്കും. ഇനി നമുക്ക് വളരെ അത്യാവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്ന് കേരളത്തിലെ ആരുടെയെങ്കിലും ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വന്ന് ഏതെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ജില്ലാ കളക്ടറുടെ തലത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് തലത്തിലോ ഡൽഹിയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ നടത്തണമെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ സംഘടനാ സ്ഥാപനം മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാസർഗോഡുള്ള ഒരു സംഘടനക്കാർക്ക് തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിൽ വന്നൊരു കാര്യം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരം തിരുവനന്തപുരത്തേക്ക് വന്ന് ഫയല് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിചാരിക്കാൻ പോലും പറ്റില്ല. ഡൽഹിയിൽ ചെന്ന് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരു കേരളീയൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒത്തിരി അധികമുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രിയോട് ഇതെല്ലാം പറഞ്ഞാലും ആ മന്ത്രി ഇത് എത്ര ഓർക്കുന്നുണ്ട്, ആ മന്ത്രിക്ക് ഈ വ്യക്തിയോട് ഈ സ്ഥാപനത്തോട് എത്ര പ്രത്യേകതയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ വന്നൊരു കാര്യം നടത്തണമെങ്കിൽ ഇങ്ങനെ തിരുവനന്തപുരത്ത് വന്ന ദിവസങ്ങളോളം തമ്പടിച്ചാലും ഈ ഫയല് ഒരു മേശയിൽ നിന്ന് വേറൊരു മേശയിലേക്ക് മൂവ് ചെയ്ത് അവസാനം അപ്രൂവായി വരുന്നത് വരെ എത്ര ദിവസം എത്ര ആഴ്ചകൾ വേണ്ടി വരും എന്നിട്ട് പറയാനും സാധിക്കില്ല. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ഒരു വശം. ഇനി വേറൊരു വശമുണ്ട്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് പ്രഭാഷണത്തിന് പോയി. പെരുമ്പാവൂര്, കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി. പ്രഭാഷണം കേൾക്കാനും പരിചയപ്പെടാനുമായിട്ട്
അനവധി പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പാലിറ്റി അംഗങ്ങളും കോർപ്പറേഷനിലെ എലക്ട് ചെയ്ത അംഗങ്ങളും അതിരുന്നു. അറിയാൻ വേണ്ടി തന്നെ അവരോട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ വീർപ്പ് മുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, പിന്നോക്ക വിഭാഗക്കാർക്ക് എല്ലാം ലഭിക്കേണ്ട അവകാശങ്ങൾ അത് പഞ്ചായത്തിലെ മുസ്ലിം അംഗങ്ങളും ക്രിസ്ത്യൻ അംഗങ്ങളും വളരെ കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കും. അതൊന്നും പുറത്തേക്ക് വിടില്ല. ഹിന്ദു അംഗങ്ങളാവട്ടെ ഇതൊന്നോട്ട് ശ്രദ്ധിക്കുകയില്ല. അവർക്ക് വേറെ പലതുമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, ഒരാൾ കേരള യാത്ര നടത്തി അവസാനിപ്പിച്ചത് ഉപമുഖ്യമന്ത്രി പദത്തിലാണ്. അല്ലാതെ ഭാരതത്തിനോ കേരളത്തിനോ എന്തെങ്കിലും നന്മ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. അത് അവസാനം ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഒരു കേരള യാത്ര നടത്തിയ മാതിരി അവനവന്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം പലപ്പോഴും പഞ്ചായത്തുകാരും മുനിസിപ്പാലിറ്റിക്കാരും കോർപ്പറേഷനിലെയും അംഗങ്ങളായ ഹിന്ദുക്കള് ശ്രദ്ധിക്കുന്നത്. അത് ജി സുകുമാരൻ നായർ പറയേണ്ടായി, അച്ഛനും മകനും മറ്റുള്ളവരും ഇവിടെ വരുന്നത് സമുദായത്തിനോ ധർമ്മത്തിനോ വേണ്ടിയല്ല, അവനവന്റെ കാര്യം നോക്കാനാണ്. ഇത് സത്യമാണ്. അത് 100% സത്യമാണ്. ഏത് പാർട്ടിക്കാരനാണെങ്കിലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും അവനവന്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കോർപ്പറേഷനിലും എല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് SC ST പിന്നോക്ക അല്ലെങ്കിൽ ഹൈന്ദവ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതും അല്ലെങ്കിൽ ഭൂരിപക്ഷം അപേക്ഷ തരാത്ത SC ST അവരുടെയും എല്ലാം ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റുന്ന ഒരു കാഴ്ച നിരന്തരം നടക്കുന്നു എന്ന് ആണയിട്ട് എണ്ണി എണ്ണി പറയേണ്ടായി. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ആയാലും കക്കൂസ് നിർമ്മാണമായാലും വീട് നിർമ്മാണമായാലും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പോ പഠനോപകരണ ലഭ്യതയോ അല്ലെങ്കിൽ യൂണിഫോമോ അല്ലെങ്കിൽ കിണർ നിർമ്മിക്കാനോ ഏതിനെടുത്താലും SC STക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് അവരെ ആരെ അറിയിക്കില്ല. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നോട്ടീസ് ഇടുന്നത് ലാസ്റ്റ് ഡേക്ക് 2-3 ദിവസം മുമ്പായിരിക്കും. അതാരും അറിയയില്ല. അപ്പോൾ ഇവിടങ്ങളിലുള്ളതെല്ലാം ആ ലാസ്റ്റ് ഡേ ആവുമ്പോഴത്തേക്കും മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ചും അവരുടെ ഒരു ലിസ്റ്റ് അപേക്ഷ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേക്ക് ഹിന്ദുക്കളുടെ അപേക്ഷകളില്ല എന്നറിയുമ്പോഴത്തേക്കും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങളും അവരുടെ മതത്തിലുള്ളവരുടെ അപേക്ഷ സമർപ്പിക്കുകയും മറ്റുള്ളവരില്ലാത്തത് കൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് റാറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ഞാൻ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ ഹൈന്ദവ ജനതയുടെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ സെക്രട്ടേറിയറ്റിലോ തിരുവനന്തപുരത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ ഭാരതത്തിൽ എവിടെയാണെങ്കിലും നടത്തണമെങ്കിൽ ആ വ്യക്തിക്കോ ആ സ്ഥാപനത്തിനോ സംഘടനയ്ക്കോ അവിടെ ചെന്ന് നടത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 2, ലഭിക്കാൻ അവകാശമുള്ള അവകാശങ്ങൾ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് അവകാശപ്പെട്ടവർക്ക് ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഹൈന്ദവ ജനതയുടെ ലൈസൺ ഓഫീസർ എന്ന രീതിയിൽ ഞാൻ പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. ഒരിക്കലും ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശരിക്ക് SNDPക്ക് എത്രയോ ശാഖകളുണ്ട്, NSSന് എത്രയോ ശാഖകളുണ്ട്. അതുപോലെ പല പുലയ മഹാസഭയ്ക്കും നാടാർ സഭയ്ക്കും ഹിന്ദു കാര്യങ്ങളുടെ സംഘടനകളുടെ ശാഖകളിൽ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, പിന്നെ 8-10 കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ, ഏറ്റവും കഴിവുള്ള ഒരാൾ ലൈസൺ ഓഫീസറായിട്ട് ഏത് പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ SNDP ശാഖയുള്ളത് 11 കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ 12 കമ്മിറ്റി അംഗങ്ങളിലുള്ളതിൽ ഒരാൾ ലൈസൺ ഓഫീസറാണ്. അയാളുടെ ജോലി പെരുമ്പാവൂർ SNDP ശാഖയുടെ ജോലി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ
പിന്നോക്ക വിഭാഗക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ വരുന്നു ഗവൺമെന്റിൻ്റെതായിട്ട്, അത് ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ച് അവർക്ക് അർഹതയുള്ളത് അവർക്ക് ലഭിക്കാൻ പാകത്തിനും മറ്റുള്ളവര് അത് ചൂഷണം ചെയ്തെടുക്കാതിരിക്കാൻ പാകത്തിനും പ്രവർത്തിക്കലാണ് നല്ല കഴിവുള്ള പൊതുജന മധ്യത്തിൽ ആരാധ്യനായിട്ടുള്ള ഒരു ലൈസൺ ഓഫീസർ എല്ലാ SNDP ശാഖയിലും ഉണ്ടാവണം. അവരൊരുമിച്ച് ചേർന്ന് ജില്ലാതലത്തിൽ ഒരു ലൈസൺ ഓഫീസർ ഉണ്ടാവണം. അപ്പൊ കളക്ടറേറ്റിലും മറ്റും പോയിട്ട് കാര്യങ്ങൾ നേടാൻ അയാൾക്ക് സാധിക്കും. ജില്ലാ ലൈസൺ ഓഫീസറുടെ എല്ലാവരുടെയും കൂടി ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു കേരള ലൈസൺ ഓഫീസർ ഉണ്ടാവണം. പ്രഗത്ഭനായ വ്യക്തിയായിരിക്കണം. സെക്രട്ടേറിയറ്റിൽ ചെന്ന് എന്തെല്ലാം കാര്യങ്ങൾ നടത്തണമെങ്കിലും ഈ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ജില്ലകളിൽ നിന്നും അപേക്ഷ കൊടുക്കേണ്ടവർ യഥാരീതിയിൽ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി തിരുവനന്തപുരത്തുള്ള ലൈസൺ ഓഫീസർക്ക് വരികയും വേണം. ഈ ഒരു പ്രക്രിയ നടത്തുന്നതിന് ആവശ്യമായ ചെലവുകളെല്ലാം ആ അപേക്ഷ കൊടുത്ത വ്യക്തിയോ സംഘടനയോ സ്ഥാപനമോ ഏൽക്കുകയും വേണം. കാരണം ലൈസൺ ഓഫീസറുടെ ശമ്പളം ആവണം, ലൈസൺ ഓഫീസറുടെ ട്രാവലിംഗ് ആവണം, ഭക്ഷണമാവണം. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് അമേരിക്കൻ ഭാഷയിൽ ഒരു ഗുഡ് വില്ലുണ്ട്. അതൊരു കൈക്കൂലിയല്ല. അയാളുടെ സമയം, അയാളുടെ ഊർജം, അയാളുടെ യാത്രാ ചെലവ്, ഭക്ഷണത്തിൻ്റെ ചെലവ്, അതിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്കൂളിന് NOC കിട്ടാൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും DPIയുടെയും ഓഫീസിലേക്ക് പോകണം എന്നുള്ളത് ആ SNDP ശാഖയുടെ, NSS ശാഖയുടെ, പുലയ മഹാസഭയുടെ അല്ലെങ്കിൽ ഏത് ഹിന്ദു സംഘടനയായാലും ആ സംഘടനയിലെ വ്യക്തികൾ തിരുവനന്തപുരത്ത് വന്ന് കാര്യങ്ങൾ നടത്തി പോകുന്നതിന് എത്രയധികം ചെലവും സമയവും ആവശ്യമുണ്ട്. അത് അയാൾക്ക് ചെലവാക്കാതെ ഇയാളെ ഏൽപ്പിക്കുകയല്ലേ. അപ്പൊ ഇവർക്ക് ധാരാളം SNDP അംഗങ്ങൾ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുമുണ്ട്. അപ്പൊ അവിടെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിക്കാനും സാധിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെലവ് കൊടുക്കാൻ വേണം. മാത്രമല്ല ഇപ്പോൾ ദേവസ്വം അമ്പലങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്പലങ്ങൾക്ക് അർഹതപ്പെട്ടത് ഒന്നും കിട്ടണില്ല. ഇപ്രാവശ്യം ഹജ്ജിന് പോയവർക്ക് സിം കാർഡും മൊബൈൽ ഫോണും വരെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി എന്തെല്ലാം വേണമെന്ന് ഹജ്ജ് സമിതിയിലെ കുറച്ച് പേര് പ്രധാനമന്ത്രിയെയും അതുപോലെ ഹജ്ജ് മന്ത്രിയെയും ഈ മുസ്ലിം മന്ത്രിമാരൊക്കെ കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. അവർ ചെന്ന് കാര്യം നേടിയിട്ട് വരികയാണ്. അപ്പോൾ കയ്യോടെ നേടിയിട്ട് വരികയാണ്. നമ്മൾ ദൂരെ മാറി നിന്നുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളാ ഭരിക്കുന്നത്, മുസ്ലിങ്ങളാ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാ ഭരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. മറിച്ച് അവർ ചെയ്യുന്ന മാതിരി നമ്മൾ ചെയ്യുന്നുണ്ടോ അതും കൂടി നോക്കണം. ഇപ്പൊ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് എന്നിട്ട് നമുക്കൊരു കാര്യം നേടണമെങ്കിൽ ഈ പേപ്പറും കൊണ്ട് SNDPക്കാരോ NSSകാരോ ഏത് ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഐക്യവേദിയോ RSSകാരോ ഒരു പേപ്പറും കൊണ്ട് നേരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്ത് പോയാൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം നിരാകരിക്കില്ല. അങ്ങനെ കൊണ്ടുപോകുന്നവരാരുമില്ല. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയാൽ നിരാകരിക്കുന്നവരില്ല. ഒരു പക്ഷേ ഇടതുപക്ഷ മന്ത്രിമാരാണെങ്കിൽ തീർച്ചയായിട്ടും നിരാകരിക്കും. അവർക്ക് ഈ ഹിന്ദുക്കളോട് അത്ര എതിർപ്പാണ് ഹിന്ദുക്കളായ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അതിലും വ്യത്യാസമുള്ളവരുണ്ട്. ഞാൻ MA ബേബി സാർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കുന്നംകുളത്തിനടുത്തൊരു അമ്പലത്തിലേക്ക് ഞാൻ പോവുകയുണ്ടായി പ്രഭാഷണത്തിൽ. അവിടെ അടുത്ത ദിവസം MA ബേബി സാർ വരുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന് അവിടുത്തെ ചുമർ ചിത്രങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും ആ അമ്പലം പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നു. അദ്ദേഹം ഷർട്ടൂരി അകത്തേക്ക് കയറാൻ സമയത്ത് കുറേ RSSകാർ അങ്ങർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് MA ബേബി തിരിച്ചു വന്നു. എന്നിട്ട് ചെറിയ എന്തോ ഒരു എമൗണ്ട് ചുമർ ചിത്രങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ പ്രഭാഷണം നടത്തിയ ദിവസം, അതായത് MA ബേബി വരുന്നതിൻ്റെ മുമ്പിലത്തെ ദിവസം, ഞാൻ അവരുടെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു MA ബേബി അകത്തേക്ക് കൊണ്ടുപോകണം, അമ്പലത്തിനകത്ത് കൊണ്ടുപോകണം, തൊഴിയിക്കണം, ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണം, അമ്പലത്തിന് ആവശ്യമായിട്ടുള്ള
നന്മകൾക്കും റിനോവേഷനും ആവശ്യമായിട്ടുള്ള ഫണ്ട് ചോദിക്കണമെന്നെല്ലാം പറഞ്ഞിരുന്നു. അവർ സമ്മതിച്ചതുമാണ്, അവർ ചെയ്തതുമാണ്. പക്ഷേ എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് RSSകാരാണ്. അവർക്ക് എന്തോ 10-25 ലക്ഷം രൂപ കിട്ടി. അവർ 2 കോടി രൂപയുടെ ബഡ്ജറ്റ് MA ബേബിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അതായത് സഹായിക്കാൻ വേണ്ടി വരുന്നവരെ പോലും ഇതുപോലെ മുദ്രാവാക്യം വിളിച്ച് ഏതോ ഒന്ന് തലയിൽ കയറിയതിൻ്റെ പുറത്ത് നിഷേധിക്കുക. ഇത് ഞാനൊരു സംഘടനയെക്കുറിച്ച് പറഞ്ഞല്ല, ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെയുള്ളത് സംഭവിക്കരുത്. ഇതേ RSSകാർക്ക് ആ MA ബേബിയെ സ്വീകരണം കൊടുത്തൊരു മാലയിട്ട് ഇത്രയും രൂപയുടെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബഡ്ജറ്റ് നേരെ MA ബേബിക്ക് കൊടുത്ത് തിരുവനന്തപുരത്തെ RSS കാര്യാലയത്തിൽ നിന്ന് ആ ഫയല് ഒന്ന് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഒരു അമ്പലത്തിന് 12 കോടി രൂപ കിട്ടുമായിരുന്നു. 5-6 കോടി രൂപ വരെയും കിട്ടാവുന്ന പ്രോജക്റ്റുകളായിരുന്നു കൊടുത്തത്. പക്ഷെ അത് ലഭിക്കാതെ പോയി. അപ്പൊ എല്ലാ മന്ത്രിമാരും, എല്ലാ പാർട്ടിയിലുള്ള എല്ലാ മന്ത്രിമാരും നല്ലതെന്നോ മോശമെന്നോ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഒന്നെനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഭരിക്കുന്നവരുടെ അടുത്ത് അവർക്ക് ഭൂരിപക്ഷം വളരെ കുറവായതുകൊണ്ട് എന്ത് ഫയൽ കൊണ്ടുപോയാലും ഒന്ന് പെർസ്യൂ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നേടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു നിഷേധാത്മകത ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കില്ല. അവർ ചോദിക്കുന്നവർക്കെല്ലാം വാരി കൊടുക്കുന്നു. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നു. അവർക്ക് 6 മന്ത്രി വേണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹം അത് കൊടുക്കുന്നു. ക്രിസ്ത്യാനികൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം എടുക്കുന്നു. ചോദിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആരാ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് നീ അപേക്ഷത ഞാൻ നിനക്ക് തരാമെന്ന് പറയാൻ ആരാ ഉള്ളത്? ആരുമില്ല. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ഒരു ലൈസൺ ഓഫീസർ SNDPക്കും NSSനും RSSകാർക്കും വിശ്വ ഹിന്ദു പരിഷത്തുകാർക്കും മുദ്രാവാക്യം വിളിച്ച് നേടാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നേടാൻ സാധിക്കും, ഉറപ്പാണ്. ഒരു പഞ്ചായത്തിൽ SNDP ശാഖയുണ്ടെങ്കിൽ അവിടുത്തെ ലൈസൺ ഓഫീസർ പഞ്ചായത്തിൽ ചെന്നിട്ട് ഹിന്ദു പിന്നോക്ക ജാതിക്കാർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പഞ്ചായത്തിൽ നേരത്തെ തന്നെ ഒട്ടിക്കണമെന്നും എഴുതി പ്രിന്റ് ചെയ്ത് ഒട്ടിക്കണമെന്നും ശാഖയിലും മറ്റുള്ളവർക്കും ആ അറിവ് കൊടുക്കണമെന്നും മറ്റുള്ളവർക്കുള്ള നിയമം മാത്രം മതി SC STക്കാർക്കും ഹിന്ദുക്കൾക്കും, പുതിയതായിട്ടുള്ളതൊന്നും വേണ്ട. മുസ്ലിങ്ങൾ എങ്ങനെയാണോ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ നമ്മൾ എലക്ട് ചെയ്ത ഹിന്ദു പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പൽ അംഗങ്ങളും കോർപ്പറേഷൻ അംഗങ്ങളും MLAമാരും ചെയ്തില്ലെങ്കിൽ അയാളെ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കുമെന്ന് ഒരു വികാരവും ഇല്ലാണ്ട് പറയാം. തോൽപ്പിക്കുകയും വേണം, കാണിച്ചു കൊടുക്കുകയും വേണം. ഇപ്പൊ എല്ലാ ഹിന്ദു MLAമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നല്ല ഭയമുണ്ട്. കാരണം ഹിന്ദുക്കൾ കുറേ യോജിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിചാരിച്ചിട്ടും SNDPയും NSSനെയും സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റണില്ല. കോൺഗ്രസ്സുകാർ സാധിക്കുന്നിടത്തോളം ഇതിനെ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഒരുമിച്ച് വരുന്നത് തീരെ ഇഷ്ടപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളത്, ഇവരാരും വിചാരിച്ചിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ആ നല്ല രീതിയിൽ പോയാൽ മാത്രം പോരാ, ഗുഡായാൽ മാത്രം പോരാ, എഫിഷ്യൻ്റ് ആയാൽ മാത്രം പോരാ, എഫക്റ്റീവ് ആവുകയും കൂടി വേണം. ഈ എഫക്റ്റീവ് ആവണമെങ്കിൽ എല്ലാ SNDP ശാഖകളിലും, എല്ലാ NSSന്റെ ശാഖകളിലും, എല്ലാ ഹിന്ദു സംഘടനകളിലും, RSSലും വിശ്വ ഹിന്ദു പരിഷത്തിലും BJPയിലും എവിടെയായാലും, BJPയുടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതൊരു തനി രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. മറ്റ് സംഘടനകളിലും നമ്മുടേതായ കാര്യങ്ങൾ നേടാനുള്ള ഒരു ലൈസൺ ഓഫീസർ ഉണ്ടാവണം. സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ പോകുന്ന ഒരു ലൈസൺ ഓഫീസറാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്നത് ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഓഫീസറെ അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് 10-11 കമ്മിറ്റി അംഗങ്ങളുള്ള ഒരു സംഘടനയില് അതിലൊരാള്, കഴിവുള്ള ഒരാള്, പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റിനെയും ജോയിന്റ് സെക്രട്ടറിയെയും ട്രഷററെയും എല്ലാം തിരഞ്ഞെടുക്കാമെങ്കിൽ ഒരു ലൈസൺ ഓഫീസർ അയാളെയും കൂടി തിരഞ്ഞെടുക്കണം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറച്ചു കാലം മുമ്പ് സുൽത്താൻ ബത്തേരിക്കടുത്ത് ഒരു മുസ്ലിങ്ങളുടെ പള്ളിക്കകത്ത് കയറി പ്രഭാഷണത്തിന് ഞാൻ പോയിരുന്നു. ഇത് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രഭാഷണം രാവിലെ 5 മണിക്കാണ്. കോച്ചി വലിക്കുന്ന തണുപ്പാ. ആ രാവിലെ 5 മണിക്ക് നല്ല ഇരുട്ടത്ത് ആ പള്ളിക്കകത്ത്, മസ്ജിദിനകത്ത്
350 പേരുണ്ടായിരുന്നു പ്രഭാഷണം കേൾക്കാൻ. മുസ്ലിങ്ങളാ, പട്ടാ മുസ്ലിങ്ങള്. 1.5 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞു. നമ്മുടെ പുസ്തകങ്ങളും CD-കളും അവിടെ വെച്ചിരുന്നു. അത് കുറേ പേര് വാങ്ങിച്ചു. ഞങ്ങൾക്ക് ചായയും തന്നു. കുടിക്കാൻ കുറച്ച് ഭയം ഉണ്ടായിരുന്നു. കുറേ ആപ്പിള്, പൈനാപ്പിൾ എല്ലാം മുറുക്കി തന്നു. അത് കഴിക്കാൻ ഭയം ഉണ്ടായിരുന്നു, കഴിച്ചില്ല. പിന്നെ അതിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തിയപ്പോൾ ഇയാളാണ് ഇവിടുത്തെ പ്രസിഡന്റ്, ഇയാൾ വൈസ് പ്രസിഡന്റ്. എന്നിട്ട് ഒരാളെ പരിചയപ്പെടുത്തി, അയാൾ അഡ്വക്കേറ്റ്. അയാളാണ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഗവൺമെന്റ് ആനുകൂല്യങ്ങളെ കുറിച്ചെല്ലാം പഠിച്ച് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ആപ്ലിക്കേഷൻ എഴുതിച്ച് അത് അവർക്ക് ലഭിക്കുന്നത് വരെയുള്ള ജോലി അയാളൊരു അഡ്വക്കേറ്റാണ്. പിന്നെ വേറൊരുവനെ പരിചയപ്പെടുത്തി. ഇയാളാണ് ഈ 4000 ഫാമിലിയുള്ള 4000 മെമ്പേഴ്സുള്ള ഈ മുസ്ലിം വിഭാഗത്തില് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടത്തിക്കുന്നതിൻ്റെ കോർഡിനേറ്റർ. ലീഗലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പരിഹരിക്കുന്ന ഒരു കോർഡിനേറ്റർ, ഒരു കോർഡിനേറ്റർ, വിവാഹത്തിനൊരു കോർഡിനേറ്റർ, ഗവൺമെന്റ് ആനുകൂല്യം ലഭിക്കുന്നതിനൊരു കോർഡിനേറ്റർ, ലൈസൺ ഓഫീസർ. അതുപോലെ ആരെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ ഭൂമി ഹിന്ദുക്കൾക്ക് വിൽക്കാതിരിക്കാൻ മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കാനുള്ള ഒരു കോർഡിനേറ്റർ. അവരെ ഏതെങ്കിലും വ്യവസായം തുടങ്ങുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കാനുള്ള ഒരു കോർഡിനേറ്റർ. അതിന് പള്ളിയിൽ ഒരു ബാങ്ക് മാതിരി മറ്റുള്ളവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഒരു കോർഡിനേറ്റർ. ഇങ്ങനെ പലതരത്തിലുള്ള കോർഡിനേറ്റേഴ്സിനെ പരിചയപ്പെടുത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 or 8 പേരാ ഉള്ളത്. അവരാ കാര്യം പൂർണ്ണമായിട്ട് ചെയ്യുന്നു. അവരതിന് വേണ്ടി മാത്രമുള്ളവരല്ല, അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ IAS ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഒരാൾ കോർഡിനേറ്റർ, IAS, MBBS, MTech, എഞ്ചിനീയറിങ്ങും മറ്റെല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥാപനം ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ഉണ്ടെങ്കിൽ ഇവരെ അവിടെ ചെന്നാക്കി ഈ ലൈസൺ വർക്ക് ചെയ്യില്ല. അതുപോലെയാണ്, വളരെ ഗംഭീര. ഒരു മുസ്ലിം ഒരു സ്കൂൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പള്ളിക്കാരും 10,000-4000 പേര് ഒരുമിച്ച് സഹായിച്ച് മറ്റ് സ്കൂളുകളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ പിൻവലിച്ച് ഈ സ്കൂളിൽ കൊണ്ടാക്കി ആ സ്കൂൾ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യിക്കാം. ഈ ലൈസൺ ഓഫീസർ സ്കൂളിന്റെ NOC കിട്ടാൻ തിരുവനന്തപുരത്ത് വന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ടേ തിരിച്ചു പോവുള്ളൂ. ഇത് ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ക്രിസ്ത്യാനികൾ അത്ര പുറത്തറിയുന്ന രീതിയിലല്ല ചെയ്യുന്നത്. അവർക്ക് അച്ഛന്മാർ ഡൽഹിയിൽ പോയിട്ട് എന്ത് കാര്യം നടത്തണമെങ്കിലും ഇവിടത്തെ കാത്തലിക് സിറിയൻ കത്തോലിക്കന്റെ പള്ളിയിലെ പ്രതിനിധി ഡൽഹി സിറിയൻ കത്തോലിക്കന്റെ പള്ളിയിലുണ്ടാവും. അയാൾ ചെന്നിട്ട് ഇതെല്ലാം നടത്തിയിട്ടാ വരിക. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഉദാഹരണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഹിന്ദു സംഘടനകൾ, അത് ഏത് ജാതിയിൽപ്പെട്ട സംഘടനയായാലും വിരോധമില്ല, ഏത് വിഭാഗത്തിൽപ്പെട്ട സംഘടനയായാലും വിരോധമില്ല. അവരുടെ കാര്യങ്ങൾ നടത്തിക്കാൻ ഒരു ലൈസൺ ഓഫീസർ പഞ്ചായത്ത് തലത്തിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കേരള തലത്തിൽ, ഈ കേരള തലത്തിലേക്ക് വരുമ്പോൾ ലൈസൺ ഓഫീസർ 3, 4, 5 പേര് വേണം. ഇപ്പൊ തിരുവനന്തപുരത്ത് ലൈസൺ ഓഫീസർ, വടക്കേ അറ്റത്തെ 3 ജില്ലകൾക്ക് ഒരു ലൈസൺ ഓഫീസർ, അത് കഴിഞ്ഞിട്ടുള്ള 3 ജില്ലയ്ക്ക് ഒരു ലൈസൺ ഓഫീസർ, അത് കഴിഞ്ഞിട്ട് 3 ജില്ലയ്ക്ക്. അപ്പോ യഥാർത്ഥ കേരളത്തിലെമ്പാടുമുള്ള ജില്ലകളിലെ സംഘടനകൾക്ക്, സംഘടനകളുടെ അംഗങ്ങൾക്ക്, സംഘടനകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടും. മാത്രമല്ല, ഞാൻ കണ്ണൂർ പോകുമ്പോൾ കാണേണ്ടായി, അവിടെ പല SNDP സംഘടനകളുടെയും സ്കൂളുകളും കോളേജുകളും എല്ലാം ഉണ്ട്. അവർക്ക് ആവശ്യത്തിന് അധ്യാപകരെ കിട്ടണില്ല. എന്നോട് പറയുകയുണ്ടായി, നല്ലൊരു പ്രിൻസിപ്പാളിനെ വേണം, നല്ലൊരു ഓഫീസറെ വേണം, എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. അവിടുത്തെ SNDP ശാഖയുമായിട്ട് അഭേദ്യ ബന്ധം എനിക്കിട്ട്. ശ്രീനാരായണ മന്ദിര സമിതിയും സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ സമിതികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ അവിടെയാ പോകുമ്പോൾ താമസിക്കുക, ഞങ്ങളെല്ലാവരും താമസിക്കുന്ന അവിടെയാ. അപ്പൊ അവർക്കെല്ലാം ആവശ്യമുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിലാണെങ്കിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ അധ്യാപകരായിട്ടുണ്ട് താനും. ഇവർക്ക് അവിടെ ചെന്ന് അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ളത് കിട്ടും. അപ്പൊ ഈ ഇന്റർ ലൈസണിങ്ങും ഇൻട്രാ ലൈസണിങ്ങും നടക്കണം. അപ്പോൾ പുറത്തുള്ള ലൈസൺ കമ്മിറ്റിയും വേണം, അകത്തുള്ളവരും പരസ്പരം സഹായിക്കാൻ പാകത്തിന് നമ്മുടെ ഹിന്ദു സംഘടനകൾ
NSS ആയാലും SNDP ആയാലും എല്ലാവരും. ഇപ്പോൾ ഏതെങ്കിലും നല്ല ഹിന്ദു ആശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ വർക്കേഴ്സിനെ വേണമെങ്കിൽ RSSനെയോ വിശ്വ ഹിന്ദു പരിഷത്തിനെയോ ഹിന്ദു ഐക്യവേദിയെയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറേ ആത്മാർത്ഥതയുള്ളവരെ കിട്ടുമെങ്കിൽ അവരന്വേഷിച്ചു പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും വലിയൊരു കാര്യമല്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് തോന്നിയേക്കാം. കാരണം അതാത് വർക്ക് ചെയ്യുന്നവന് അതാത് രീതിയിലുള്ള ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് ചെയ്യാലോ. ഫ്രീ ആയിട്ടും സേവനമായിട്ടും ചെയ്യുമ്പോഴാണ് ആർക്കും താല്പര്യമില്ലാത്തത്. ഒരു ജില്ലാ ലൈസൺ ഓഫീസർക്ക് 30,000 40,000 രൂപ ശമ്പളം കൊടുത്താൽ ഒരു പഞ്ചായത്ത് ലൈസൺ ഓഫീസർക്ക് അയാൾ ചെയ്യുന്നത് ഓരോ ജോലിക്കും 1000 1200 രൂപ അതിൻ്റെ ഓണറേറിയമായിട്ട് കൊടുത്താൽ അയാൾക്ക് നല്ല ഇൻകായിരിക്കും. അത് വേണം താനും, പ്രൊഫഷണലി ചെയ്യണം. സേവനത്തിൻ്റെ മാത്രം പേര് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് അത് നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കണം. ഇനി ഇപ്പോൾ ഹിന്ദു ഐക്യം കുറേയൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇടയ്ക്കും തലയ്ക്കുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുമായിരിക്കാം. എന്നാലും ഹിന്ദുക്കൾ ഒരുമിച്ച് വരണമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മാർക്സിസ്റ്റുകാരൊക്കെ ദേവസ്വം ബോർഡിൽ വരാനും തയ്യാറാണ്, അമ്പലത്തിലെ കമ്മിറ്റികളിലും വരാൻ തയ്യാറാണ്, കൈലാസത്തിലേക്ക് പോകാനും തയ്യാറാണ്, ശബരിമലയിലേക്ക് അവർ പോകുന്നുമുണ്ട്. അതുമാത്രമല്ല ഹിന്ദു അമ്പലങ്ങളുടെ പല കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലൊന്നുമല്ല, ഈഴവൻ എന്ന രീതിയിൽ തന്നെയാണ് പങ്കെടുക്കുന്നതും, ഹിന്ദു എന്ന രീതിയിൽ തന്നെയാണ് പങ്കെടുക്കുന്നതും. അതുകൊണ്ട് ഇനി അവരെ കുറെ കൂടി ഹിന്ദുക്കളാക്കാൻ ഒരു ശുദ്ധികലശവും കൂടി ഈ ലൈസൺ വർക്കിലൂടെ നടത്തണം. ഇവരുടെ എല്ലാവരോടും നമുക്ക് അറിയിക്കാനുള്ളത്, നിങ്ങളെ അടുത്ത പ്രാവശ്യം ജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വീര്യത്തോടു കൂടി പറയാൻ സാധിക്കണം. അത്ര ചങ്കൂറ്റം വേണം. G. സുകുമാരൻ നായരൊക്കെ ഇപ്പൊ പച്ചയ്ക്കാ കാര്യങ്ങൾ പറയുന്നത്. പറഞ്ഞാൽ മാത്രം പോരാ, എന്തെങ്കിലും പറഞ്ഞു അത് പത്രത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ നേടിയില്ല. പത്രത്തിൽ വരുന്ന ലെവലിലേക്ക് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. ഇനി എന്താ? ഇനി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലെ അവനവൻ്റെ സംഘടനയിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അതിൻ്റെ കീഴിലുള്ള എല്ലാത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ സാധിക്കണം. എത്ര സ്കൂൾ SNDPക്ക് അനുവദിച്ചു എന്നല്ല, എത്ര സ്കൂൾ അനുവദിപ്പിക്കണം എന്നുള്ളതാണ് പ്രശ്നം. എത്ര അനുവദിച്ചു എന്നുള്ള ഇവരുടെ ആരുടെ ഉദാര്യമൊന്നുമല്ല. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.